പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മാരാണത്തെ യൂട്യൂബ് ചാനലിൻ്റെ കേൾവിക്കാരും അതിൻ്റെ പ്രവർത്തകരും സഹകാരികൾ ഉപകാരികളുമായിട്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കട്ടെ. ഒപ്പം ഇന്നത്തെ ഈ വചന കേൾവിയിലേക്ക് എല്ലാവരെയും ഒത്തിരി ദൈവസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് നിർബന്ധിക്കുന്നു. ഈ ശുശ്രൂഷ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. ഇത് ലോകം മുഴുവനും വ്യാപിക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ കേട്ട ആളുകൾക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ലോകം മുഴുവനെയും ശുശ്രൂഷ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഈ ശുശ്രൂഷ മനസ്സിലാകുവാനും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും കൃപ കൊടുക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയെ അവിടുന്ന് തന്നെ കരുതി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്നും പൈശാചികമായിട്ട് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ശുശ്രൂഷയെ വിടുവിച്ച് നയിക്കുന്ന ആ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്ന്നിരിക്കുക, തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുമെന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ക്രമപ്പെടുത്തണമേ. ആവശ്യങ്ങളിൽ സഹായിക്കണമേ, ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ഏതൊരാവശ്യവുമായി ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഈ മക്കൾ വന്നിരിക്കുന്നുവോ, ഈ വചന കേൾവിക്കായി അവർ കാതുകൂർപ്പിക്കുന്നുവോ, ആ ആവശ്യങ്ങളുടെ മേലും അവിടുന്ന് കരുണയായിരിക്കണമേ. കുഞ്ഞുങ്ങൾ മക്കളെയും സമ്പത്തിനെയും എല്ലാം വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, എല്ലാ നൽവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം സാത്താൻ്റെ പ്രലോഭനങ്ങളും അതിൽ അവൻ മോഹിപ്പിക്കുന്ന മോഹങ്ങളൊക്കെ നമ്മളിലുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുകയും ആ സാത്താൻ്റെ പ്രലോഭനങ്ങളും അവൻ്റെ മോഹങ്ങളും നമ്മെ രക്ഷിക്കാൻ മതിയായവനാണ് ക്രിസ്തു എന്ന വിശ്വാസത്തിലേക്ക് വരുവാനും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും നമ്മളെ ദൈവം അവൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വചനം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നിന്നുള്ള ജീവനത്തിൻ്റെ പ്രതാപത്തെക്കുറിച്ചാണ്. 2:16 ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതാപം. ജീവിതത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന ആ ഭാഗത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗം വീണ്ടും നമുക്ക് ധ്യാനിക്കാനായിട്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കാം. പ്രിയമുള്ളവരെ, ഒന്ന് സ്വന്തം കഴിവുകളിലും ലൗകിക കാര്യങ്ങളുടെ സ്ഥിരതയിലുള്ള അമിത വിശ്വാസം. അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജീവിതത്തിൻ്റെ വ്യഗ്രത വഴി നമ്മൾ ഈ ജീവിതത്തിൻ്റെ പ്രതാപത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ, ഈ ജീവിതത്തിൻ്റെ പ്രതാപം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യഗ്രത നമുക്കൊരു കെണി വരുത്തി വെക്കുന്നു. അപ്പോൾ ആ ജീവിതത്തിൻ്റെ വ്യഗ്രത നമുക്ക് കെണിയായി തീരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ധ്യാനിച്ചു വന്നപ്പോഴാണ് ചില വ്യക്തിത്വങ്ങൾ അവരുടെ ആ പ്രതാപത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ച കാര്യങ്ങളും, ഇനി അബ്രാഹത്തെ പോലെയുള്ളവരെ, അബ്രാഹാം പിതാവിനെ പോലെയുള്ളവരെ, മൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള രാജാവ് ശാലേം താഴ്വരയിൽ വെച്ച് അവനെ ആശീർവദിക്കുന്നതും അത്യുന്നതിൻ്റെ കൃപ നിൻ്റെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതും, അബ്രാഹാം പിതാവ് സകലത്തിൻ്റെയും ദശാംശം മൽക്കിസേദെക്ക് രാജാവിന് കൊടുക്കുന്നതും, എന്നാൽ ഇപ്പുറത്ത് സോദോം രാജാവ് അബ്രാഹാമിന് സമ്പത്ത് കൊടുക്കാമെന്ന് പറയുന്നതും, പടയാളികളെയെല്ലാം
അവർക്ക് കൊടുക്കാൻ പറയുന്നു. അവരുടെ ഒരു ചെരുപ്പിൻ്റെ വള്ളിയോ ഒരു ചെരുപ്പോ വേണ്ട എന്ന് പറയുന്നതും, അബ്രാഹത്തെ നിങ്ങൾ സമ്പന്നരാക്കിയെന്ന് പറയണ്ടല്ലോ എന്ന് പറയാൻ അബ്രാഹത്തെ പ്രേരിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ചിന്തിക്കുക, ഈ ജീവിതത്തിൻ്റെ വ്യഗ്രത കയറി നമ്മളിൽ അമിതമായ പണം വന്നുകൂടിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സ്ഥിരതയായി എന്ന് ചിന്തിക്കരുത്. അത് പൊട്ടത്തരമാണ്. അത് സാത്താൻ തരുന്നതാണ്. അത് സാത്താൻ തരുന്നതാണ്. അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു കൊള്ളണം. അതിനകത്തുള്ള ആ അമിതമായ ലൗകിക കാര്യങ്ങളുടെ സ്ഥിരതയിലുള്ള അമിത വിശ്വാസം, അതുവഴി ഉണ്ടാകുന്ന പൊങ്ങച്ചം, ആ പൊങ്ങച്ചത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കുലുക്കി ചാടിക്കണതാണോ ഞാൻ ഓടി ഓടി ഇങ്ങോട്ട് വന്നാൽ ഒരു പൊങ്ങച്ചം എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാനൊരിക്കൽ ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയാനിടയായി. മദ്യ കോൺട്രാക്റ്റ് ഉള്ള ഒരു മനുഷ്യനോട് പറഞ്ഞു, മദ്യം കോൺട്രാക്റ്റ് ചെയ്യുന്നതും മദ്യം വിളമ്പുന്നതും മദ്യം ഉണ്ടാക്കുന്നതും പാപമാണ്. അദ്ദേഹം ഈ നമ്മുടെ ശുശ്രൂഷയെ സഹായിച്ചുകൊണ്ടിരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അത് പാപമാണ്, അത് ചെയ്യരുത്. പണം ഉണ്ടാക്കിയിട്ട് ദാനധർമ്മം ചെയ്യുന്നതിലല്ല പുണ്യമിരിക്കുന്നത് പണം ഉണ്ടാക്കുന്ന മാർഗം വിശുദ്ധമായിരിക്കുന്നതിലാണ് പുണ്യമുണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എൻ്റെ ഈ ഓഫീസിൽ വന്ന് മെത്രാന്മാർ, അച്ഛന്മാർ, സിസ്റ്റർമാർ, രാഷ്ട്രീയക്കാർ, സമൂഹത്തിൻ്റെ പൊതുപ്രവർത്തകർ, സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ആളുകൾ വന്ന് സംഭാവന മേടിച്ചു കൊണ്ടുപോകും. ഞാൻ അവർക്കൊക്കെ സംഭാവനകൾ ഉദാരമായി കൊടുക്കുന്നു. എനിക്കറിയാവുന്ന ബിസിനസ് ഇതൊക്കെയാണ്. ഇതൊക്കെ നിർത്തിക്കളഞ്ഞിട്ട് ഞാൻ പട്ടിണിക്കാരനായിട്ടിരിക്കാനൊന്നും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിവരമില്ലാത്ത ആളാണോ? നിങ്ങൾക്കിപ്പോൾ എൻ്റെ കാശ് വേണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മെത്രാനേക്കാളും അച്ഛന്മാരെക്കാളും സിസ്റ്റേഴ്സിനേക്കാളൊക്കെ വലിയവനാണോ ഇയാൾ, ഈ പാവപ്പെട്ട നിങ്ങൾ എന്നുള്ള ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് പോന്നു. ഏത് കരണ്ട കാലത്ത് ഇങ്ങനെ പറയാൻ തോന്നി ദൈവമേ, എന്നാലും നീ പറഞ്ഞതാണല്ലോ, നിൻ്റെ ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ആ സാമ്പത്തിക സഹായം നിർത്തിയിട്ടും ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് വീണ്ടും ഈ ശുശ്രൂഷ ദൈവം മുന്നോട്ട് നയിക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരു വേദനയും ഒരു വിഷമമൊക്കെ ഉണ്ടായി. നമ്മൾ പറഞ്ഞ ആ സംഭവം ആ മനുഷ്യൻ എടുത്തില്ലല്ലോ എന്ന് ഒരു കാര്യം മനസ്സിൽ വന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കിൽ തന്നെ എന്നോട് പറഞ്ഞ മറുപടിക്ക്, ഞാൻ അന്നത്തെ കാലത്ത് എൻ്റെ വേഷമെന്ന് തന്നെ പറയുന്നത് ഒരു കാവ്യമുണ്ടും ഒരു ഷർട്ടുമാണ്. ഞാൻ സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ് അവരുടെയൊക്കെ അടുത്ത് കയറി ചെല്ലുന്നത്. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ ഒരു കാവ്യമുണ്ട് കൊടുത്ത് ഒരു ഷർട്ട് ഇട്ട് ഒരു വള്ളിച്ചെരുപ്പിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരാളുടെ, ഒരു ധനവാൻ്റെ ഓഫീസിലൊക്കെ കയറി ചെല്ലാനുള്ള ഒരു പവർ കിട്ടുക എന്നൊക്കെ പറയുന്നത് അതിനാൽ തന്നെ വലിയ കാര്യമായിരിക്കാം. അങ്ങനെയുള്ള സ്വീകരണം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. സത്യത്തിൽ ഈ വള്ളിച്ചെരുപ്പും ഈ കാവ്യമുണ്ടും ഈ ഷർട്ടും എന്നെ ഒരുപാട് നാണം കെടുത്തിയിട്ടുമുണ്ട്. ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് വലിയൊരു ഫാക്ടറിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരിക്കൽ നമ്മുടെ പ്രത്യാശ ഭവനിൽ വന്നു. ഇന്ന് ഞാനുണ്ടായില്ല, ഞാൻ എവിടെയോ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന സമയത്ത് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു കമ്പനിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വേറെ ആൾ പറഞ്ഞു വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ദാരിദ്ര്യം, അന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെ ഈ ഇവിടെ താമസിക്കുന്ന അന്തേവാസികളായ മക്കൾക്കും ഞങ്ങളുടെ കുടുംബമൊക്കെ ഒരുമിച്ചാണല്ലോ, അപ്പോൾ കറിക്ക് മുളക് അരയ്ക്കുന്നത് കണ്ടു. അരകല്ലയിൽ അരയ്ക്കുന്നതാണ് കണ്ടേ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ അന്ന് 14-15 പേരൊക്കെ ഉള്ള
കാലത്ത്. അപ്പോൾ ഒരു 10-20 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മുളകരയ്ക്കുന്നത് അരകല്ലയിൽ അരയ്ക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ചെല്ലാൻ പറ, അപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ഗ്രൈൻഡർ, ഈ അരയ്ക്കണ ഒരു സാധനം മേടിച്ച് തരാം, പുതിയത് മേടിച്ച് തന്നുവിടാം എന്ന് പറഞ്ഞു. ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ സാധു സ്ത്രീ ഇത് അരയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തിൻ്റെ കമ്പനി ചെന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതിയെന്ന് വീട്ടിൽ പറഞ്ഞുകൊണ്ടാണ് പോയത് പ്രിയമുള്ളവരെ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എൻ്റെ വേഷം ഇതാണല്ലോ. എന്നിട്ട് എൻ്റെ വാഹനം ഒരു MIT ആണ്, അത് ഒരാൾ ദാനമായിട്ട് വാങ്ങിത്തന്നാണ്. ഒരു MIT ഓടിച്ച് ചെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു മീൻകാരൻ്റെ വേഷമൊക്കെ തോന്നിക്കാണുള്ളൂ. ഞാൻ അവിടെ ചെന്ന് വണ്ടി അവിടെ ഒതുക്കി നിർത്തി. ഈ സെക്യൂരിറ്റിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ നോക്കി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേര് ഇവിടെ പറയാൻ പാടില്ല പ്രിയമുള്ളവരെ, ഞാൻ ആ കമ്പനിയുടെ ചെയർമാനായി ഇന്നയാൾ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെക്യൂരിറ്റി എന്നോട് ചോദിക്കുകയാണ്, തിരുമുഖം കാണിക്കാൻ വന്നാണോ? ഞാനെന്തോ ഒരു സഹായം ചോദിച്ച് അവിടെ ചെന്നിരിക്കുന്നു. അപ്പോൾ ഈ കമ്പനിയുടെ ചെയർമാനായിരിക്കുന്ന ആളെയൊക്കെ അന്വേഷിക്കാൻ തക്കവണ്ണം ഇയാൾക്ക് എന്ത് പ്രാപ്തി, ഇയാൾക്ക് എന്ത് വിലയെന്നാണ് ആ സെക്യൂരിറ്റിയുടെ ചോദ്യം. ഞാൻ ആകാവശതയിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നു, ഇദ്ദേഹം പറഞ്ഞേക്കണത് അവിടെ ചെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി, ഇന്ന ആളെ കാണാൻ വന്നതാണെന്നാണ്. സെക്യൂരിറ്റി എന്നോട് പറയുന്നു തിരുമുഖം ദർശിക്കാൻ. അയാൾ ഗേറ്റിൻ്റെ ആ കുറ്റി പോലും തുറക്കാൻ ഭാവിക്കണില്ല. എൻ്റെ ദൈവാധീനവും കൊണ്ട് അപ്പോൾ തന്നെ എന്നെ അറിയാവുന്നതും സത്യത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് ഈ ചെയർമാനെ കൊണ്ടുവന്നുപോയ ഒരു ചേട്ടൻ, പുള്ളി അവിടുത്തെ സ്റ്റാഫാണ്. പുള്ളി ഷിഫ്റ്റ് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നെ കണ്ട വഴി അദ്ദേഹം ഇറങ്ങി തന്നെ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ട വഴി തന്നെ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് അറിയാമല്ലോ, പുള്ളിയോടും പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാൾ, പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണ്. പുള്ളി നേരെ അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന കാര്യത്തിന് വന്നതാണ്, എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റണില്ല എന്ന് കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ ഈ ചേട്ടൻ ഓടിപ്പോയി ഈ ചെയർമാൻ്റെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയോട് സാറ് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അയ്യോ ഞാൻ പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസിലേക്ക് സെക്യൂരിറ്റി ഹെഡിനെ വിളിച്ചു. ഇയാൾ അവിടെ ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നേപ്പണ്ട് കയറ്റിവിടാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സെക്യൂരിറ്റി ഹെഡ് അപ്പം തന്നെ ഓടി വന്ന്, പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പൊങ്ങച്ചം പറയുന്നതല്ല കേട്ടോ, ചില ആളുകളുടെ പൊങ്ങച്ചം പറയുന്നതാണ്. അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഹെഡ് ഓടി വന്ന് എന്നെ വിളിച്ച് ഈ മറ്റ് അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടിയിലുള്ള സെക്യൂരിറ്റിക്കാരനെ വകവെക്കാതെ എന്നെ ഈ ചെയർമാൻ്റെ ഓഫീസിലേക്ക്, കമ്പനിയുടെ 3-ാം നിലയുടെ മുകളിലേക്ക് എന്നെ അദ്ദേഹം തന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ കണ്ട് തിരിച്ചു വരുമ്പോൾ അവിടെ സാധാ ഡ്യൂട്ടിയിലിരിക്കുന്ന അയാൾ എന്നോട് ചോദിച്ചു, നേരത്തെ പറയാൻ പിള്ളാർന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മര്യാദയ്ക്ക് ഞാൻ സാറിനോട് പറഞ്ഞല്ലോ. പിന്നെ കുറച്ചും കൂടി മനുഷ്യപ്പറ്റൊക്കെ ആയിട്ട് ആളുകളോട് പെരുമാറുക, ആളുകളുടെ വേഷത്തിലല്ലോ ആളുകളുടെ തൂക്കം അളക്കണേ എന്ന് ഞാനിങ്ങനെ പറയാനിടയായി. പ്രിയമുള്ളവർ, ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അധികാരങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഈ സാത്താൻ കുത്തിവെക്കുന്ന ഒരു പോയിസണാണ് ഈ പൊങ്ങച്ചം. നമുക്ക് എന്തൊക്കെയോ സാധിക്കും, നമ്മുടെ മുമ്പിൽ നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കിഴിഞ്ഞു നിന്നോളണം, ഞാൻ പറയുന്ന സമയത്ത് നിന്നോളണം, പറയുന്ന പോലെ അനുസരിച്ചോളണം, നിനക്കെന്ത് വില, നിനക്കതിനുള്ള പ്രതാപത്തിൻ്റെ വേഷമുണ്ടോ, നിനക്കതിനുള്ള വിലയുണ്ടോ, നീ ആ വേഷഭൂഷാദിയിലാണോ വന്നേക്കണേ എന്നൊക്കെയുള്ള ആ ജീവിതത്തിൻ്റെ ആ പ്രതാപത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൻ്റെ പ്രതാപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം താഴണം. ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ കമ്പനിയുടെ ചെയർമാൻ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു എന്താ പറയുന്നത് ആളെ പറഞ്ഞു വിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ പോരെ വേണമെങ്കിൽ, പക്ഷെ അദ്ദേഹത്തിന് നമ്മളെ കാണണമെന്നും നമ്മളോട് കുശല വർത്താനം പറയണമെന്നൊക്കെ അയാൾക്ക് ആഗ്രഹം തോന്നി കാണും. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു ധനസഹായം അതിൻ്റെ ഒറിജിനൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ തന്നെ കിട്ടണമെന്നുള്ള വിചാരം ഉണ്ടായി കാണും. എന്തുമാകട്ടെ, ഈ ജീവനത്തിൻ്റെ പ്രതാപത്തിലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും അത് നിങ്ങളെ എടുത്തെടുത്ത് പറഞ്ഞത്,
എൻ്റെ ചില അനുഭവങ്ങളിലൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ 1-2 അനുഭവം ഞാൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ മദ്യ കോൺട്രാക്റ്റ് നിർത്താൻ പോകുന്നില്ല, എൻ്റെ വരുമാനം ഇതാണ്, എൻ്റെ ഈ വരുമാനത്തിൻ്റെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട്, ഈ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ ഞാൻ ഇതേപോലെ പുതിയ കെട്ടിടം പണിയുടെ ഭാഗമായിട്ട് ഒരു മദ്യ കോൺട്രാക്റ്റുകാരൻ്റെ അടുത്ത് ഇതേപോലെ ചെന്നു. അപ്പോൾ അയാൾ കുറച്ച് പൈസ സംഭാവന വേറൊരാൾ വഴിയാണ് പോയത്. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ അന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ വീട്, ഞാൻ ചെയ്യുന്നൊരു ശുശ്രൂഷ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് ഒറ്റയ്ക്കല്ല, ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മയായി മാറണം. അപ്പോൾ അതിനകത്ത് ഒത്തിരി സമൂഹത്തിൽ വിലയും നിലയൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെയൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് കടന്നു പോകുമ്പോൾ സുവിശേഷം, അതിൻ്റെ പ്രസംഗം എൻ്റെ വ്യക്തിപരമായ ഭാഗമായി മാറി സമൂഹത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, സമൂഹവും അതിനകത്തേക്ക് അംഗങ്ങളായി വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത നാളിലും ഞാനങ്ങനെ ഒരു ബാറിനോട് ചേർന്നുള്ള ഒരു ഹോട്ടൽ, വലിയ ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. പുള്ളിക്ക് ബാറും ഉണ്ട്, വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ വേറൊരാൾ വഴി നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ബാറിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത് പിന്നെ എന്നോട് കലിപ്പായിക്കലോ എന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ വലിയ അപ്രിസിയേഷനൊക്കെ നമുക്ക് നൽകി. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ചെറിയ പൈസ നമുക്ക് ആ കെട്ടിടം പണിയുടെ ഭാഗമായിട്ട് അദ്ദേഹം തരുകയൊക്കെ ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവരുടെ ബാറാണിതൊക്കെ. അവർ പറയുന്ന ഒരു ചാരിറ്റിയും അവർ പറയുന്ന ഒരു വിശ്വാസവും അവർ സഭയിലൊക്കെ അകത്തുള്ളവരാണ്, സഭയ്ക്ക് പുറത്തുള്ളവരൊന്നുമല്ല, സഭയ്ക്കകത്തുള്ളവരാണ്, മതവിശ്വാസത്തിനകത്ത് നിൽക്കുന്നവരാണ്. എല്ലാ മതങ്ങളും ലഹരി വസ്തുക്കൾ ഉൽപ്പാദിക്കുന്നതും വിൽക്കുന്നതൊക്കെ എതിർക്കുന്നവരാണല്ലോ. മതഗ്രന്ഥങ്ങളും അതാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ മതത്തിനകത്ത് നിൽക്കുന്നവരാണ്. അപ്പോഴത് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, പറയാൻ പറ്റിയില്ലല്ലോ എന്ന്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പ്രിയമുള്ളവരെ കേൾക്കുക, അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിതൊരു ഇതായിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഇത് പലരും ഈ ശുശ്രൂഷയിലേക്ക് ചേർന്ന് വരുമ്പോൾ ചില വാക്കുകളൊക്കെ, ചില സംസാരങ്ങളൊക്കെ എന്താ പറയുക, ഒന്ന് ഒതുക്കി വെക്കണമെന്നുള്ള ആ ഉപദേശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയോ അല്ലെങ്കിൽ സ്വയം എടുത്ത തീരുമാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പ്രിയമുള്ളവരെ അങ്ങനെ വരുമ്പോൾ എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ ചില സമയത്ത് അത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ എൻ്റെ മനോഭാവം അല്ലെങ്കിൽ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ബോധ്യങ്ങൾ ഇപ്പോൾ ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ചില സാമ്പത്തിക വശങ്ങൾ കയ്യിലേക്ക് വരേണ്ട ആവശ്യം വരുമ്പോൾ ചിലത് മറന്നു പോകുന്നു, ചിലത് മറന്നു പോകുന്നില്ല എന്നുള്ളതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ 34 വർഷത്തെ അനുഭവം വെച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടിയ ആളുകളിലും എന്നിൽ തന്നെയുമുള്ള ചില പ്രലോഭനങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ദൈവികമല്ല, അത് പൈശാചികമാണ് എന്ന വേദപുസ്തക അടിസ്ഥാനത്തിൽ വചനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പ്രഭാപൂർണനായ ദൈവദൂതൻ്റെ വേഷം കെട്ടിയും പിശാച് വരുമെന്ന് വചനമെടുത്ത് നിങ്ങളോട് സംസാരിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ഭാഗം ഞാനിവിടെ വീണ്ടും സമയത്തിൻ്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും നമുക്ക് തുടർന്ന് കേൾക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് ചൊരിയണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ദൈവമേ, അത് ഉപ്പിനാൽ രുചി വരുത്തി കേൾക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. ഇത് ആർക്കും ഒരു ഇടർച്ചയ്ക്ക് കാരണമാകാതെ, ഇത് കേൾക്കുന്ന വ്യക്തികളിൽ പിശാച് ഇടർച്ച ഉണ്ടാക്കാതെ, ഈ വചനം പറയുന്ന ബലഹീനനായ എന്നെയും ഇത് കേൾക്കുന്ന മക്കൾക്കും നാഥ നിന്റെ കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് ക്രിസ്തുവിൽ തട്ടി വീഴാൻ, ക്രിസ്തുവിലേക്ക് ചേരുവാൻ തക്കമുള്ള ഇടർച്ചയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അത് പിശാച് മുതലെടുക്കാതെ, സാത്താൻ മുതലെടുക്കാതെ അവിടുത്തെ തിരക്തത്താൽ
കഴുകി വിശുദ്ധീകരിച്ച് ഈ വചനം മക്കളുടെ ഉള്ളിലേക്ക് എത്തിക്കണമേ. ഇത് കേൾക്കുന്നവർക്ക് മാറ്റമുണ്ടാകുവാൻ ഇടയാകണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന.